ഹലോ ലോയ്റ്റ് വി ഗേറ്റ്. അങ്ങനെ രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി. നടന്നാണ് പോയത്. പോകുന്ന വഴിക്ക് അവിടെ മനസ്സമാധാനമായിട്ട് ഭക്ഷണവും വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന പ്രാവുകളെ പേടിപ്പിച്ച് ഓടിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്ലോമോ എടുക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ തന്നുകൊണ്ട് അതിന്റെ ഇടയിലേക്ക് ഓടിപ്പോയി. എന്താണോ കവി ഉദ്ദേശിച്ചത്? പ്രായമാകുമ്പോഴെങ്കിലും ഈ മദയത്തിനോടുള്ള കൊതി മാറുമെന്ന് ഓർത്തു. പക്ഷെ എങ്ങനെ പോയാലും കടയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചോണ്ടേ വരുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് മടി പിടിച്ചിട്ടാണെങ്കിലും ജിമ്മിലോട്ടൊക്കെ പോയി സ്ഥിരം കലാപരിപാടികളായിട്ട് അവിടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അയ്യോ, ജിമ്മിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഒരു പരിവായിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി കുളിച്ചു, ഡ്രസ്സ് മാറി നേരെ ആന്റീനെ പിക്കാൻ പോയി. ആന്റിക്ക് ഉച്ചവരെയായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ ലഞ്ചൊക്കെ കഴിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് നല്ല അടിപൊളി നാടൻ ഫുഡായിരുന്നേ. നല്ല മീൻ വറുത്തത് ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു, അച്ചിങ്ങ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, ചക്ക ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. എല്ലാം കിടിലായിരുന്നു. അയ്യോ, വായിന്ന് വെള്ളം വരുന്നു ഓർക്കുമ്പോൾ തന്നെ. ഇത്രയൊക്കെ ഫുഡ് ഉണ്ടാകുന്ന ഡയറ്റ് ഒക്കെ ഉപയോഗിച്ച് പതിവി കൂടുതൽ ചോറും ഞാൻ കഴിച്ചു. ആ ചക്കയും ആ ചിക്കൻ കറിയൊക്കെ ചേർത്തൊരു പിടിയങ്ങ് പിടിച്ചപ്പോൾ എന്റെ കൺട്രോൾ പോയി. നമ്മുടെ നാട്ടിലെ ചക്കയൊക്കെ ഇവിടെ ഭയങ്കര റയറായിട്ട് കിട്ടാറുള്ളൂ. എന്റെ പൊന്നോ, ബിബിൻ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഒരു ക്ലൗഡ് കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിറങ്ങി. അത് കൊളാക്കി കൈ തന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഫ്ലഫി കഴിച്ചോക്കെ. കയ്പ് കയ്പ് കയ്പേ കയ്പ് കയ്പ്. ആ കാപ്പി പൊടി കുറച്ചിട്ടാ ഞാൻ പറഞ്ഞതാ. ബെസ്റ്റ്. ഇപ്പം എങ്ങനെ ഇരിക്കണ്? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കപ്പ് ആയിട്ട് ഫ്രൈസും സ്ട്രിപ്സും ഡിപ്പൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് വൈകുന്നേരം 4 മണിയുടെ ചായക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചു. അവൻ വെറുതെ പറഞ്ഞ സത്യം പറഞ്ഞ സാധനം നല്ലായിരുന്നു. കോഫി പൗഡർ ഒരു ഇച്ചിരി കൂടിപ്പോയി. അതിന്റെ കയ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും പറഞ്ഞു, ജർമ്മനിയിലോട്ട് പോകാനുള്ള എന്റെ പേപ്പർ വർക്ക്സ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് പേപ്പറുകൾ പ്രിന്റ് എടുക്കാനും കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് നടക്കാനായിട്ട് പോയിട്ട് പോരുന്ന വഴിക്ക് ഒരു നൊസ്റ്റാലിയുടെ പുറത്ത് മേടിച്ചാട്ടത്. ഒന്ന് ജീരകം ഇട്ട ലബാനും ഒന്നൊരു ലസ്സിയും ആയിരുന്നു കേട്ടോ. പണ്ട് സ്കൂളിലായിരുന്നപ്പോ ഈ ലബാനൊക്കെ എന്തോരോ മേടിച്ച് കുടിച്ചിരുന്നത്. തിരിച്ച് വീട്ടിലെത്തിട്ട് ഡിന്നർ കഴിക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല. ചെന്ന് നോക്കിയപ്പോൾ മമ്മി നല്ല അടിപൊളിയായിട്ട് കൂർക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെച്ചേക്കണു. ആന്റിമാര് കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഇനി നിങ്ങൾ കാണുന്ന സാധനമാണ് ഒതന്റിക് തിരാമിസു. ഇങ്ങനെ എന്നോട് പറയാനായിട്ട് ബിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സംഗതി ഒതന്റിക് തന്നെയാണ് ഗൈസ്. ടൈമറൊക്കെ വെച്ച് സെറ്റായി ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു ഇത്. ക്രീം, അതെ, മാസ്കർപോണെ ചീസിന് പകരം ക്രീം ചീസ് ഉപയോഗിച്ചു എന്നൊരു ചേഞ്ച് മാത്രമേ ഇതിനകത്ത് ഞാൻ വരുത്തിയിട്ടുള്ളൂ. ഇത് എത്ര നേരത്തെ പണിയായിരുന്നു അറിയോ? ഉച്ച തുടങ്ങി വൈകുന്നേരം വരെ ഇതിന്റെ പുറത്തായിരുന്നേ. അത് കഴിഞ്ഞ് രാത്രി ഇതൊക്കെ കൂളായി കഴിഞ്ഞിട്ടാണ് എടുത്ത് കഴിച്ചത്. ഇതും കൂടാതെ ഇതിന്റെ പുറത്തേക്കൂടെ വേറെ സ്വീറ്റും കഴിച്ചത് രാത്രി. ജിമ്മി പോകണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ഹെൽത്തി ആയിട്ടാണോ തിന്നണേന്ന് ചോദിച്ചാൽ അല്ല. എന്താ അല്ലേ? അപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.